നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കേൾക്കുന്നതിൽ തെറ്റേതാണ് ശരിയേതാണ് എന്ന് പോലും മനസ്സിലാകാത്ത അവസ്ഥയിലേക്കാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള പരാതികളും അതിന്റെ ഓരോ നടപടികളും പോയിക്കൊണ്ടിരിക്കുന്നത്. നിലവിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ പാർട്ടി പുറത്താക്കി രാഹുൽ മാങ്കൂട്ടം സ്വന്തമായിട്ട് മുന്നോട്ടു പോകുന്ന സാഹചര്യമാണെങ്കിലും ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് സമൂഹ മാധ്യമങ്ങളിൽ ഒന്നടങ്കം അല്ലെങ്കിൽ വലിയൊരു പിന്തുണ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഇതിനിടയിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വ്യക്തിഗത ജീവിതം, രാഷ്ട്രീയ ജീവിതം ഇതൊക്കെ തകർക്കാൻ വേണ്ടി കെട്ടിച്ചമച്ച കഥകളാണ് ഈ പുറത്തു വരുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള പരാമർശങ്ങളും സംശയങ്ങളും ഒക്കെ ആരോപണങ്ങളും ഒക്കെ ശക്തമാകുന്നതിനിടയിൽ ഇപ്പോൾ ഒരു നിർണായക സംഭവം കൂടെ നടന്നിരിക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ ജാമ്യത്തിലിറങ്ങിയ രാഹുൽ മാങ്കൂട്ടത്തിൽ ജാമ്യ വ്യവസ്ഥ ലംഘിച്ചു എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇപ്പോൾ ഒരു കത്ത് നോട്ടീസ് ലഭിച്ചിരിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിന് എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. രണ്ടാമതായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉണ്ടായിട്ടുള്ള പരാതി, അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു നോട്ടീസാണ് രാഹുൽ മാങ്കൂട്ടത്തിന് ലഭിച്ചിരിക്കുന്നത് എന്നാണ് പുറത്തു വരുന്ന സൂചന. ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി മുൻപാകെ മാങ്കൂട്ടത്തിലോ അഭിഭാഷകനോ ഹാജരാകണം, നിയമവ്യവസ്ഥ ലംഘിച്ചിട്ടുണ്ട് എന്ന് കാണിച്ചിരിക്കുന്ന നോട്ടീസാണ് ഇപ്പോൾ ഇദ്ദേഹത്തിലേക്ക് എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. മാങ്കൂട്ടത്തിൽ തന്നെ വാട്സ്ആപ്പ് കോളിലൂടെ ബന്ധപ്പെടാൻ ശ്രമിച്ചെന്ന് 2ാം ബലാത്സംഗ കേസിലെ അതിജീവിത പ്രത്യേക അന്വേഷണ സംഘത്തെ, അതായത് SITയെ ഈ മാസം 17-ന് അറിയിച്ചതിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനൊരു തുടർ നടപടി എന്നാണ് വിവരങ്ങൾ. പ്രതി ജാമ്യ വ്യവസ്ഥ ലംഘിച്ചതായി SIT കോടതിയെ അറിയിച്ചിട്ടുണ്ട്. അതിജീവിതയെ സ്വാധീനിക്കാൻ ശ്രമിക്കരുത് എന്നുള്ള ജാമ്യ വ്യവസ്ഥയാണ് ഇവിടെ ലംഘിക്കപ്പെട്ടിരിക്കുന്നത്. അതിജീവിതയെ സ്വാധീനിക്കാൻ ശ്രമിക്കരുതെന്ന ജാമ്യ വ്യവസ്ഥയിലെ 5ാമത്തെ ഉപാധി ലംഘിക്കപ്പെട്ടു എന്ന് കാണിച്ചുകൊണ്ട് ഈ മാസം 28-ന് മാങ്കൂട്ടത്തിനോ അഭിഭാഷകനോ ഇതിനൊരു വിശദീകരണം നൽകാൻ വേണ്ടി കോടതിയിൽ എത്തേണ്ടി വരുമെന്ന്, കോടതിയിൽ ഹാജരാകണമെന്ന് കോടതിയിൽ നോട്ടീസിലൂടെ വ്യക്തമാക്കിയിരിക്കുകയാണ്. കർശന ഉപാധികളോടെ ആയിരുന്നു തിരുവനന്തപുരം സെഷൻസ് കോടതി മാങ്കൂട്ടത്തിന് ജാമ്യം അനുവദിച്ചു എന്നത് നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. ജാമ്യ കാലയളവിൽ അതിജീവിതമാരെയോ സാക്ഷികളെയോ സ്വാധീനിക്കാൻ ഒരു തരത്തിലും ശ്രമിക്കരുത് എന്നുള്ളതായിരുന്നു ഈ ജാമ്യ ഉത്തരവിൽ നൽകിയിരിക്കുന്ന പ്രധാനപ്പെട്ട നിർദ്ദേശം. എന്നാൽ ആ നിർദ്ദേശം തെറ്റിച്ചു എന്നുള്ള ഒരു പരാതിയാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്നത്. രാഹുൽ പ്രതികളായ മറ്റു 2 ബലാത്സംഗ കേസുകളിലും മുൻകൂർ ജാമ്യം ലഭിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. ഗുരുതരമായ ക്രൂരവുമായിട്ടുള്ള ലൈംഗിക അതിക്രമങ്ങളും വൈകൃതങ്ങളുമാണ് രാഹുലിന്റെ ഭാഗത്തു നിന്നുണ്ടായത് എന്നാണ് അതിജീവിതമാർ ഇപ്പോൾ രാഹുലിനെതിരെ ആരോപണങ്ങൾ ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. രാഹുലിന്റെ അനുനായികളിൽ നിന്നുള്ള സൈബർ ആക്രമണങ്ങളും അതിജീവിതകൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് എന്ന് പലരും പറയുന്നുണ്ട്. ഇത് കണക്കിലെടുത്തുകൊണ്ട് കർശന ഉപാധികളോടെ ജാമ്യം അനുവദിച്ചു. പക്ഷേ ആ ജാമ്യ വ്യവസ്ഥ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇവിടെ തെറ്റിച്ചു എന്ന തരത്തിലാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. എന്തായാലും ഇതിനൊരു വിശദീകരണം രാഹുലിന്റെ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന് വിശ്വസിച്ച് രാഹുലിന്റെ അനുകൂലവുമായിട്ട് സംസാരിക്കുന്ന ആളുകൾ അതിനുവേണ്ടിയുള്ള ഒരു കാത്തിരിപ്പിലാണ് എന്ന് വേണമെങ്കിൽ പറയാം. എന്തായാലും ഇത്തരത്തിൽ കാര്യങ്ങൾ പോകുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം ഇതുവരെ അവസാനിച്ചിട്ടില്ല എന്നത് തന്നെ വ്യക്തമായിക്കൊണ്ടിരിക്കുകയാണ്. ഒരു വശത്ത് രാഹുലിനെ ഏറ്റവും മോശമായിട്ടുള്ള രീതിയിൽ അടിച്ചമർത്താൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു വലിയൊരു കൂട്ടം തന്നെയുണ്ട്. മറുവശത്ത് രാഹുലിനെ ഇത്രമാത്രം ആക്രമണത്തിലും സൈബർ അറ്റാക്കിലൊക്കെ ഇരയായിട്ട് പോലും രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം തന്നെ ചേർന്നുകൊണ്ട് നിൽക്കുന്ന ഒരു വലിയ അനുകൂല സംഘവും ഉരുത്തിരിഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇത്തരത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ നേരിടുന്ന കേസുകളും അതിനെ തുടർന്നുള്ള കോൺഗ്രസ് എടുത്ത അച്ചടക്ക നടപടിയുമൊക്കെ ബന്ധപ്പെട്ട് ചില അഭിപ്രായങ്ങൾ കൂടെ സമൂഹ മാധ്യമങ്ങളിലൂടെ ഇപ്പോഴും ചർച്ചയാകുന്നുണ്ട്. അതിൽ പ്രധാനമായും പറയുന്നത്, സോഷ്യൽ മീഡിയയിലൂടെയാണ് ഇത്തരത്തിൽ പല അഭിപ്രായങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യപ്പെടുന്നത്. അതിൽ പ്രധാനമായിട്ടും ഉയരുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് കോൺഗ്രസ് നേതൃത്വത്തിന് നേരെ വിരൽ ചൂണ്ടുന്ന തരത്തിലുള്ള ചില കാര്യങ്ങളാണ്. കടുത്ത വിമർശനങ്ങളാണ് പാർട്ടിക്കെതിരെ ഉണ്ടാകുന്നത്. കോൺഗ്രസ് ഗ്രൂപ്പുകളിൽ ചർച്ചയാകുന്ന ഒരു കുറിപ്പ് കൂടെ ഇപ്പോൾ വലിയ രീതിയിൽ വൈറലാകുന്നുണ്ട്. അതിൽ പ്രധാനമായിട്ടും 82 വയസ്സുള്ള മുല്ലപ്പള്ളി രാമചന്ദ്രന് ഇനിയും സീറ്റ് കൊടുക്കണമെന്ന് ചിന്തിക്കുന്ന നേതാക്കളുള്ള പാർട്ടിയായി കോൺഗ്രസ് മാറിയോ എന്നൊക്കെയാണ് പരാമർശിക്കുന്നത്. മൂന്നാമതും പിണറായി വിജയൻ തന്നെ ഭരിക്കണമെന്ന് കോൺഗ്രസ് നേതൃത്വം ആഗ്രഹിക്കുന്നുണ്ടോ എന്നാണ് ഈ ചില അനുകൂലികളായിട്ടുള്ള അണികൾ ചോദിക്കുന്നത്. PK ശശിയെ പോലെയുള്ളവർ വന്നാൽ പൂമാലയിട്ട് സ്വീകരിക്കാൻ കാത്തു നിൽക്കുന്നവർ സ്വന്തം പടക്കുതിരകളെ തള്ളിപ്പയറ്റുകയാണോ എന്നും ചിലർ ചോദിക്കുന്നു. പാർട്ടി പടുകുഴിയിൽ വീണപ്പോൾ കോൺഗ്രസിന്റെ ശബ്ദമായി മാറി സംഘടനയെ വളർച്ചയിലേക്കും ഉയർച്ചയിലേക്കും നയിച്ചതിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിന്റെയും ഷാഫി പറമ്പിലിന്റെയും അത്തരത്തിലുള്ള പങ്ക് ചെറുതല്ല എന്ന് ഓർമ്മപ്പെടുത്തുന്നു അണികൾ. നിയമസഭയിൽ ഭരണപക്ഷത്തെ മുനയൊടിഞ്ഞ വാക്കുകൾ കൊണ്ട് നേരിട്ട രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഇന്ന് തെരുവിൽ തനിച്ചാക്കുന്നത് പാർട്ടി എടുക്കുന്ന നിലപാട് ആർക്ക് വേണ്ടിയാണ് എന്നും ചില അനുകൂലികൾ ചോദിക്കുകയാണ്.
കേസുകൾ വരട്ടെ, നിയമ പോരാട്ടം നടക്കട്ടെ, എന്നാൽ വിശ്വസിച്ചു കൂടെ അവരുടെ കൂടെ നിന്ന് സംരക്ഷണം ഒരുക്കിക്കൂടെ എന്നുള്ള ചോദ്യങ്ങളൊക്കെ ചിലർ ഉന്നയിക്കുകയാണ്. രാഹുലിനെ മാറ്റി നിർത്തിയുള്ള ഈ കളി കോൺഗ്രസിന് തന്നെ തിരിച്ചടിയാകുമെന്നാണ് കോൺഗ്രസിലെ ഒരു വിഭാഗം ആളുകൾ അഭിപ്രായപ്പെടുന്നത്. സീറ്റ് നൽകിയില്ല എങ്കിൽ വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അടപടലം തോൽക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ലെന്നുള്ള അഭിപ്രായവും നിലനിൽക്കുന്നുണ്ട്. യാതൊരു യാത്രകൾക്കും ഈ പതനത്തിൽ നിന്ന് പാർട്ടിയെ രക്ഷിക്കാൻ കഴിയില്ല എന്നും ഇതൊരു മുന്നറിയിപ്പാണ് എന്നും കൂടെ നിൽക്കുന്നവരെ കൈവിടുന്ന രീതി കോൺഗ്രസ് തിരുത്തിയില്ല എങ്കിൽ കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തിന് അത് വലിയ വില കൊടുക്കേണ്ടുന്ന അവസ്ഥയിലേക്ക് എത്തിക്കുമെന്നുമുള്ള അഭിപ്രായങ്ങളും ഉയരുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന യുവ നേതാവിന് പിന്നിൽ അണിനിരന്നിട്ടുള്ള വലിയൊരു വിഭാഗം യുവാക്കളാണ് ഇത്തരത്തിൽ സമൂഹ മാധ്യമങ്ങളിലൂടെ താക്കീതും പ്രതികരണവും ഒക്കെയായിട്ട് രംഗത്തേക്ക് വരുന്നത്. എന്തായാലും രാഹുലിനെതിരെയുള്ള ഈ പുറപ്പാടിന് പിന്നിൽ ഗൗരവപരമായിട്ടുള്ള ചില ആരോപണങ്ങൾ ഉണ്ട് എന്നുള്ള വസ്തുതകളാണ് ഇപ്പോൾ വലിയ രീതിയിൽ ചർച്ചയെ ആകർഷിക്കുന്നതും. 3 വ്യത്യസ്ത കേസുകളാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ചുമത്തപ്പെട്ടിരിക്കുന്നത്. അതിൽ ആദ്യത്തെ കേസ് എന്ന് പറയുന്നത് ലൈംഗിക അതിക്രമം, ഗർഭചിത്രം, അതായത് അബോർഷൻ എന്നിവ തുടങ്ങിയിട്ടുള്ള ആരോപണങ്ങളുള്ള 1ാമത്തെ കേസാണ്. ഈ കേസിൽ ഫെബ്രുവരി 12-നാണ് കേരള ഹൈക്കോടതി അദ്ദേഹത്തിന് മുൻകൂർ ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. 2ാമത്തെ കേസ് എന്ന് പറയുന്നത് 2ാമത്തെയും 3ാമത്തെയും കേസുകൾ ഏകദേശം സമാനമായ രീതിയിൽ പീഡനാരോപണങ്ങളാണ് ഉയർന്നിരിക്കുന്നത്. ഗർഭം അലസിപ്പിക്കൽ നിർബന്ധിച്ചു എന്നുള്ള ഒരു രീതിയിലാണ് പരാതി ഉയർന്നിട്ടുള്ളത്. ഇതിൽ 3ാം കേസുമായി ബന്ധപ്പെട്ട് പാലക്കാട്ടെ ഹോട്ടലിൽ വച്ച് ജനുവരി 11-ന് രാഹുൽ മാങ്കൂട്ടത്തിനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്ന സംഭവങ്ങളടക്കം പുറത്തുവന്നു. ജാമ്യം ലഭിക്കുന്നത് 18 ദിവസത്തെ ജയിൽവാസത്തിന് ശേഷമാണ്. അങ്ങനെ 18 ദിവസം ജയിൽവാസം അനുഭവിച്ചതിന് ശേഷം പുറത്തേക്ക് ജനുവരി 28-ന് എത്തുന്ന ഒരു തീരുമാനം പത്തനംതിട്ട ജില്ലാ സെഷൻസ് കോടതിയാണ് രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം അനുവദിക്കുന്നത്. ഈ കേസുകൾ രാഷ്ട്രീയ പ്രേരിതമാണെന്ന് അദ്ദേഹത്തെ അനുകൂലിക്കുന്നവർ ഇതെല്ലാം വ്യക്തമാക്കിക്കൊണ്ട് രംഗത്തേക്ക് വരുമ്പോഴാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് ഉപാധികളുടെ ജാമ്യം അനുവദിച്ചെങ്കിലും അവിടെയും വലിയ തെറ്റുകൾ ഉണ്ടായിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്തിനാണ് അതിജീവിതയെ വിളിക്കാൻ ശ്രമിച്ചത് എന്നുള്ള ചോദ്യങ്ങൾ ഉയരുന്നത്. എന്തായാലും കോടതി ഇപ്പോൾ ഈ വിഷയത്തിൽ ഒരു നിർണായകമായിട്ടുള്ള നോട്ടീസ് നൽകിയിരിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിലോ അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അഭിഭാഷകന് ഉടൻ തന്നെ കോടതിയുമായിട്ട് ബന്ധപ്പെടണം, ഒരു വിശദീകരണം നൽകണം എന്നുള്ളതൊക്കെ തന്നെയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്ന വിവരം. നിലവിലുള്ള നിയമവ്യവസ്ഥ, ജാമ്യ വ്യവസ്ഥ ഒക്കെ രാഹുൽ മാങ്കൂട്ടത്തിൽ തെറ്റിച്ചു എന്നുള്ള വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് നോട്ടീസ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. 2ാമത്തെ പരാതിയുമായി ബന്ധപ്പെട്ടുള്ള നോട്ടീസാണ് ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി മുൻപാകെ ലഭിച്ചിരിക്കുന്നത്. മാങ്കൂട്ടത്തിനോ അഭിഭാഷകനോ ഈ വിഷയത്തിൽ എന്താണ് പറയാനുള്ളത് എന്നറിയാൻ ഉടൻ തന്നെ കോടതിയിൽ ഹാജരാകണമെന്ന് നോട്ടീസിലൂടെ വ്യക്തമാക്കിയിരിക്കുകയാണ്. മാങ്കൂട്ടത്തിൽ തന്നെ വാട്സ്ആപ്പ് കോളിലൂടെ ബന്ധപ്പെടാൻ ശ്രമിച്ചു എന്നാണ് ഇപ്പോൾ പരാതിയിലൂടെ അതിജീവിത പറയുന്നത്. 2ാം ബലാത്സംഗ കേസിലെ അതിജീവിത പ്രത്യേക അന്വേഷണ സംഘത്തെയാണ് ഈ മാസം 17-ന് ഇത്തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ ബന്ധപ്പെടാൻ ശ്രമിച്ചു എന്നുള്ള തരത്തിൽ പരാതി നൽകിയിരിക്കുന്നത്. പ്രതി ജാമ്യ വ്യവസ്ഥ ലംഘിച്ചതായി SIT കോടതിയെ അറിയിക്കുകയായിരുന്നു. ഇതിന്റെ ഭാഗമായിട്ട് അതിജീവിതയെ സ്വാധീനിക്കാൻ ശ്രമിക്കരുതെന്ന ജാമ്യ വ്യവസ്ഥയിലെ 5ാമത്തെ ഉപാധി ലംഘിക്കപ്പെട്ടു എന്നുള്ള വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ ഈ മാസം 28-ന് മാങ്കൂട്ടത്തിലിനോ അഭിഭാഷകനോ കോടതിയിൽ വരേണ്ടി വരുമെന്നുള്ള രീതിയിൽ ഒരു നോട്ടീസ് തയ്യാറാക്കുന്നു. ആ നോട്ടീസാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് വിവരം. എന്തായാലും ഇതിന്റെ വിശദീകരണങ്ങളും മറുപടികളും ഒക്കെ എന്തായിരിക്കും എന്ന് കാത്തിരിക്കുകയാണ് ജനങ്ങൾ.